ഇന്ത്യയിൽ ആദ്യമായ ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വോൾവോ ബസ് വാങ്ങുന്നത്, എയർ കണ്ടീഷൻ വോൾവോ ബസ് ആദ്യമായി വാങ്ങുന്ന KSRTC എങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി ഇറങ്ങുന്ന വോൾവോയുടെ സ്ലീപ്പർ ബസ് പ്രൈവറ്റുകാരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ്. ആദ്യമായി വാങ്ങുന്ന ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTC. വണ്ടി റെഡിയാണ്. ആദ്യമായി ആ മോഡലിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങുന്ന സ്ലീപ്പർ വോൾവോ ബസ്, ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടി വാങ്ങുന്ന ആദ്യത്തെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTC. നമ്മളൊന്നിൽ പുറപ്പെട്ടല്ല. നമ്മുടെ വണ്ടി കാണുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ അസൂയ. മൂകാംബികയ്ക്ക് കൊട്ടാരക്കരയിൽ പോയ വണ്ടി അവിടുത്തെ ട്രാൻസ്പോർട്ടുകാർ പിടിച്ചൊക്കെ കിട്ടി. അവിടെ കണ്ടക്ടറെ വിളിച്ചോണ്ട് പോയതാണ് പറഞ്ഞത്. കണ്ടക്ടറെ വിളിച്ച് മുകളിൽ കൊണ്ടുവന്ന് കന്നഡയിലാണ്ടൊക്കെ എഴുതിയിട്ട് അടിയിൽ ഒപ്പിടാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു എന്റെ മന്ത്രി പറയാൻ ഇടാൻ പറഞ്ഞു. കൊട്ടാരക്കരയിൽ പോയ ഡ്രൈവറാണ്. അയാൾ പറഞ്ഞു എന്റെ മന്ത്രി പറയണം ഇടാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ണൂർ, അപ്പൊ അവിടെ നിന്ന് വിവരം കിട്ടി. അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു, എന്റെ ഓഫീസിലേക്ക് വിളിച്ചു കണ്ടക്ടർ. അപ്പോൾ തന്നെ ഇവിടുന്ന് വിളിച്ചു. കോഴിക്കോട് ഒരു കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വണ്ടി എടുത്തുകൊണ്ട് അതിൽ വിളിച്ചു. അതിന്റെ കണ്ടക്ടർ മലയാളത്തിൽ എഴുതിയിട്ട് ഒപ്പിടാൻ പറഞ്ഞു. അവൻ ഇവിടെ ഒപ്പിടുന്നതിന് മുമ്പേ മറ്റേ ആൾ വിട്ടു. മറ്റേ അവിടെ വിട്ടു. കാരണം ഇവിടെ പിടിച്ചു. അടിക്കടി അതിന് മരുന്നില്ല. ഏതാ നമ്മുടെ വണ്ടി കണ്ടപ്പോ പ്രൈവറ്റ് ബസ്സാണെന്ന് വിചാരിച്ചു. എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഈ പുതിയ വണ്ടി കണ്ടിട്ട് കുശുമ്പാണ്. മറ്റുള്ളവർ കുശുമ്പാണ്. അപ്പോഴത്തേക്കും ഇത് കണ്ടാൽ കുശുമ്പാണ്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ വണ്ടി ഒപ്പിടാൻ പറഞ്ഞു. ഇടില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്റെ മന്ത്രി പറഞ്ഞു ഇടത്തു. എന്നാലും ഇടത്തു ഒട്ടും വിട്ടില്ല. കൊട്ടാരക്കാരൻ. അപ്പൊ മന്ത്രി പറയാതൊന്നുമില്ല. അപ്പൊ വെച്ചോണ്ടിരുന്നു. അപ്പൊ ഇവിടെ കോഴിക്കോട് വണ്ടി പിടിച്ചു. ഇവിടെയും മലയാളത്തിൽ ഒരു സാഹിത്യം തയ്യാറാക്കി ഒപ്പിടാൻ. അപ്പോൾ അവിടെ അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവനക്കാരെ ഒരു കാര്യം എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ മന്ത്രിയായിട്ട് വന്നതിന് ശേഷം ജീവനക്കാരനെ അടിച്ച ഒരുത്തനെ റിമാൻഡ് ചെയ്യാതെ വിട്ടിട്ടില്ല എന്ന് ഓർത്താൽ